രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഭിന്നത അവസാനിപ്പിച്ച് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിക്കുന്നുവെന്ന അഭ്യൂഹം തുടരുന്നു. ഇരുവരും ഒന്നിച്ചാൽ മഹാരാഷ്ട്രയ്ക്ക് ഗുണം ചെയ്യുമെന്ന ശിവസേന മുഖപത്രം സാമ്നയിലെ ലേഖനം ഊഹാപോഹങ്ങൾ ശക്തമാക്കി. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ചെറിയ തർക്കങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് ഇരു നേതാക്കളും ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സാമ്നയിലെ ലേഖനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് ചില ചർച്ചകൾ നടക്കുന്നതായൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവം? റിജിത്ത്, ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ് താക്കറെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ രംഗത്ത് വന്നു. മഹാരാഷ്ട്രക്കാരുടെ വികാരമാണ് എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളൊരു നിലപാട് അദ്ദേഹം നിരന്തരം സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഉദ്ധവും അതേ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തി. പിന്നാലെ ഇരുവരും തമ്മിൽ ഒന്നിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഇരുവരോടും മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ വലിയ തർക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു തിരിച്ചുവരവ്, ഒരു ഒന്നിക്കലിനുള്ള ഒരു സാധ്യത മഹാരാഷ്ട്രയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതാണ് സമീപകാലത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ രാജ് താക്കറെ പറഞ്ഞത് ഞങ്ങൾക്കിടയിലെ തർക്കങ്ങൾ അത് അത്ര ഗൗരവ സ്വഭാവത്തിലുള്ളതല്ല എന്നതാണ്. ഏറ്റവും പ്രധാനം മഹാരാഷ്ട്ര എന്ന വികാരത്തിന് തന്നെയാണ്. അതിനേക്കാൾ വലുതായി ഞങ്ങൾ ഒന്നിനെയും കാണുന്നില്ല, താൻ ഒന്നിനെയും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ഒരു പ്രസ്താവനയെ സ്വീകരിച്ചുകൊണ്ട് ഉദ്ധവ് വിഭാഗത്തിലെ നേതാക്കൾ രംഗത്തെത്തി. പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികൾ, NCPയിലെ മറ്റ് നേതാക്കളൊക്കെ, സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കളൊക്കെ അതിനെ സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാമ്നയിൽ, അതായത് ഉദ്ധവിൻ്റെ നിയന്ത്രണത്തിലുള്ള സാമ്നയിലാണ് ഇപ്പോൾ ഒരു എഡിറ്റോറിയൽ ലേഖനം വന്നിട്ടുള്ളത്. അതിൽ മഹാരാഷ്ട്രയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ന ചോദ്യമാണ് അതിൽ ഉന്നയിക്കുന്നത്. അത്ര മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം, മറാഠികളെ സംബന്ധിച്ചിടത്തോളം ഇരുവരും ഒന്നിച്ച് നിൽക്കേണ്ടത് പരമപ്രധാനമാണ്. മോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന് മഹാരാഷ്ട്രക്കാരെ വഞ്ചിക്കുകയാണ്. അതിനെതിരെ പ്രവർത്തിക്കാൻ ഉദ്ധവും രാജ് താക്കറെയും ഒന്നിച്ചു നിന്നേ പറ്റൂ എന്നും ഈ സാമ്നയിലെ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഉദ്ധവിൻ്റെ തന്നെ ഒരു നിലപാട് തന്നെയാണ് സാമ്നയിലും പുറത്തു വരുന്നത് എന്ന് സംശയമില്ല. 2012 ഉദ്ധവ് വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ രാജ്യവുമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ രാജ് താക്കറെ അതിന് അനുകൂലമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഉദ്ധവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പിളർപ്പുണ്ടായി. പാർട്ടി വലിയ തിരിച്ചടി നേരിടുന്നു. MNS ആവട്ടെ തുടക്കകാലത്ത് കിട്ടിയ ഒരു ജനസ്വീകാര്യതയോ സീറ്റുകളുടെ എണ്ണമോ ഒന്നും തന്നെ അവർക്ക് ഇപ്പോഴില്ല. അങ്ങനെ രണ്ട് പാർട്ടികൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കാനുള്ള സാധ്യത ഇരുവരും തേടുകയാണ്. റിജിത്ത്, ശരി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.